പശുപതി എന്ന പേര്, വിശേഷണം ശിവന്റെ തന്നെയാണ്. സിന്ധു നദിയുടെ കരയിൽ ഉണ്ടായിരുന്ന നാഗരികതയിൽ മൊഹൻജദാരോ എന്ന് വിളിച്ച ആ സാംസ്കാരിക കാലത്ത് തന്നെ പശുപതി എന്ന പേരുണ്ട്, മുദ്രയുണ്ട്. ഈ നാഗരികതകൾക്കെല്ലാം മുമ്പേ തന്നെ പശുപതി ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. അതെല്ലാം പശുപതി ചരിത്രം. നമുക്ക് പശുപതിനാഥന്റെ പുരാണത്തിലേക്ക് വരാം. കൈലാസ് മാനസരോവർ യാത്രയിൽ ദർശിക്കേണ്ട പുരാതനമായ ശിവക്ഷേത്രമാണ് പശുപതിനാഥ ക്ഷേത്രം. അത് സ്ഥിതി ചെയ്യുന്നതാകട്ടെ നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിലും. നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലാണ് പൗരാണിക ശിവക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ പശുപതിനാഥ ക്ഷേത്രം. നേപ്പാളിന്റെ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിന്. പ്രത്യേകിച്ച് നേപ്പാളിൽ രാജഭരണം നിലനിന്നിരുന്ന കാലത്ത് 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങൾ വരെ നേപ്പാളിൽ രാജഭരണ സംവിധാനമാണല്ലോ ഉണ്ടായിരുന്നത്. ആ ഹിമാലയൻ രാജ്യത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ബാഗ്മതി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പശുപതിനാഥ ക്ഷേത്രം. യുനെസ്കോ പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്രമാണിത്. അപ്പോൾ തന്നെ ആലോചിച്ചാൽ അറിയാമല്ലോ അതിന്റെ ചരിത്ര വിശേഷങ്ങൾ എത്രമാത്രം ഉണ്ടാവുമെന്ന്. ഇന്ത്യയിൽ ഗംഗയുടെ കരയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം പോലെയാണ് നേപ്പാളിന് ബാഗമതിയുടെ കരയിലെ പശുപതിനാഥ ക്ഷേത്രം. ഇവിടെ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നതും പൂർവികർക്ക് തർപ്പണം ചെയ്യുന്നതും പതിവാണ്. പശുപതിനാഥൻ എന്നാൽ എല്ലാ മൃഗങ്ങളുടെയും ജീവജാലങ്ങളുടെയും നാഥൻ എന്നാണ് അർത്ഥം. വളരെ സവിശേഷതയുള്ള ലിംഗമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഈ ശിവലിംഗത്തിന് 4 വശങ്ങളിലായി 4 മുഖങ്ങളുണ്ട്. അത്തരമൊരു ശിവപ്രതിഷ്ഠ അത്യപൂർവമാണ്. കിഴക്ക് വശത്ത് അഭിമുഖമായി നിൽക്കുന്ന മുഖം തൽപുരുഷ, പടിഞ്ഞാറേ മുഖം സദ്യോജാത, വടക്ക് വാമദേവനും തെക്ക് അഘോരവുമാകുന്നു. പശുപതിനാഥ ക്ഷേത്രത്തിലെ ആര്യഘട്ടിലാണ് ഷാ രാജവംശത്തിലെ എല്ലാ രാജാക്കന്മാരുടെയും രാജകുടുംബാംഗങ്ങളുടെയും അന്ത്യകർമ്മങ്ങൾ നടന്നിട്ടുള്ളത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ധാരാളം പുരാവൃത്തങ്ങളും വിശ്വാസ പ്രമാണങ്ങളുമുണ്ട്. ഈ ക്ഷേത്ര പരിസരത്ത് ശവദാഹം ചെയ്യപ്പെട്ട മനുഷ്യർ എത്ര വലിയ പാപികളെങ്കിലും അവർ അടുത്ത ജന്മം മനുഷ്യരായി തന്നെ പുനർജനിക്കുമെന്നാണ് വിശ്വാസം. ശൈവക്ഷേത്രമായി മാത്രം ചുരുങ്ങുന്നില്ല പശുപതിനാഥ ക്ഷേത്രം. ഇതൊരു വലിയ ക്ഷേത്രമാണ്, ക്ഷേത്ര സമുച്ചയമാണ്. ധാരാളം വിഷ്ണു ക്ഷേത്രങ്ങളും ഇവിടെ കാണാം. ഇവിടെ ശൈവ വൈഷ്ണവ മതചിന്തകൾക്ക് ആ കാലഘട്ടങ്ങളിൽ പോലും വലിയ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നതായി തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ശങ്കരനാരായണ സാമീപ്യം എവിടെയും കാണാം. അതുകൊണ്ട് തന്നെ ഇവിടെ ശൈവ വൈഷ്ണവ എന്നിങ്ങനെ ഭിന്നിക്കപ്പെട്ട 2 വിശ്വാസി സമൂഹങ്ങളില്ല. ഹരിയും ഹരനും വിഭിന്നരാണോ? അല്ല, ഒരിക്കലുമല്ല. ശിവനോളം പോന്ന വൈഷ്ണവൻ വേറെ ഇല്ലെന്ന് പുരന്ദരദാസൻ തന്റെ കീർത്തനങ്ങളിലൂടെ പറയുന്നുണ്ട്. വിശ്വാസങ്ങളും അതിനെ സാധൂകരിക്കത്തക്ക നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്നതുമായ ഭൂമിയാണ് കൈലാസം. സാത്വിക ഗുണമുള്ള ദേവതകൾ അതിന്റെ ഒരു പാർശ്വത്തിൽ മാനസ സരോവർ തീരത്ത് വസിക്കുന്നുവെങ്കിൽ കുറച്ചകലെയായുള്ള രാക്ഷസ്ഥലിന്റെ കരയിൽ തമോ ഗുണമുള്ള ദുർദേവതകൾ വസിക്കുന്നു. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടി എന്ന വിശേഷണവും ഈ പ്രദേശത്തിനുണ്ട്. ഇവിടെ യമലോകത്തിലേക്കുള്ള കവാടം എന്നർത്ഥമുള്ള യമദ്വാർ ഉണ്ട്. അത് കടന്നു വേണം കൈലാസ പരിക്രമണം. വിശ്വാസപ്രകാരം അത് തെറ്റിക്കാൻ പാടില്ലാത്ത ഒരു ചിട്ടയാണെന്ന് തന്നെ പറയാം. മറ്റെന്തെല്ലാം തെറ്റിച്ചാലും മാനസരോവരിൽ ഇറങ്ങി ദേഹശുദ്ധി വരുത്തുന്നതും യമദ്വാരം കടക്കുന്നതും നന്ദീപർവ്വതത്തെ വണങ്ങി കൈലാസ പരിക്രമണം ചെയ്യുന്നതും മുറ തെറ്റാതെ വേണമെന്നാണ്. ഭൂമിയിൽ യമലോകത്തിന്റെ വാതിലും സ്വർഗലോകത്തിലേക്കുള്ള പടികളും കൈലാസത്തിൽ പ്രത്യക്ഷമായി തന്നെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പാകത്തിൽ ദ്വാപരയുഗം വരേക്കും നിലവിലുണ്ടായിരുന്നു എന്നത് ഒരു വിശ്വാസമാണ്. പുണ്യാത്മാക്കൾ ദേഹം ഉപേക്ഷിച്ചും ചിലർ യുധിഷ്ഠിരനെ പോലെ ദേഹത്തോടെയും ഇതിലെ സ്വർഗത്തിലേക്കുള്ള പടവുകൾ കയറിപ്പോയത്രേ. ഭൂമി സന്ദർശിക്കാൻ വരുന്ന ദേവകളാവട്ടെ ഇതുവഴിയെ താഴേക്കിറങ്ങി. നമ്മുടെ പുരാണങ്ങളിൽ അതേപ്പറ്റി ധാരാളം പരാമർശങ്ങൾ കാണാം. എന്നാൽ കലിയുഗത്തോടെ സ്വർഗത്തിലേക്കുള്ള പടവുകളും യമലോകത്തിലേക്കുള്ള കവാടവും അദൃശ്യമായി തീർന്നുവെന്നും അതല്ല അപ്രത്യക്ഷമായി തീർന്നതാണെന്നും 2 തരം വാദങ്ങളുണ്ട്. എന്നാൽ ഭൂരിപക്ഷം വിശ്വാസികളും അത് അദൃശ്യമായി അവിടെ തന്നെ നിലനിൽക്കുന്നതായി വിശ്വസിക്കുന്നു. കൈലാസത്തിനരികിലേക്കുള്ള പാത യമദ്വാരത്തിലൂടെയാണത്രേ. കഠിനമായ കൈലാസയാത്രയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മരണത്തിന്റെ ദേവനായ യമൻ ഈ വഴിയെ കാലപാശത്തിൽ കെട്ടിവെച്ച് ജീവനുകളെ, അതായത് ആത്മാക്കളെ കൊണ്ടുപോയിരുന്നുവത്രേ. കാലമേറെ പുരോഗമിച്ചുവെങ്കിലും
മനുഷ്യർക്ക് മരണത്തെ സംബന്ധിച്ചുള്ള അറിവ് തുലവും തുച്ഛമാണ്. ഈ യമദ്വാരത്തിൽ വെച്ചാണ് പുരാണത്തിലെ പ്രശസ്തമായ നചികേതസ് യമസംവാദവും നടന്നത് എന്നാണ് ഐതിഹ്യം. വാജശ്രവസ് എന്ന ബ്രാഹ്മണനും അദ്ദേഹത്തിന് നചികേതസ് എന്നൊരു മകനുമുണ്ടായിരുന്നു. അച്ഛനായ വാജശ്രവസ് ഒരു അറു പിശുക്കനായിരുന്നു. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ. എന്നാൽ മകൻ നചികേതസ് വളരെ മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു. അതിയായ പിശുക്കു മൂലം വാജശ്രവസ് ധർമ്മകാര്യങ്ങളൊന്നും തന്നെ ചെയ്തിരുന്നില്ല. സംഗതി ഈ വിധമൊക്കെ ആണെങ്കിലും വാജശ്രവസിന് മരണത്തെ ഓർത്ത് ഭയമുണ്ട്. ധർമ്മകാര്യങ്ങൾ ചെയ്യാതെ മരിച്ചാൽ പരലോക ജീവിതത്തിൽ നരകിക്കേണ്ടി വരും. അത് സംഭവിച്ചുകൂടാ. അതിന് പരിഹാരം കണ്ടെത്താൻ അയാളുടെ കുബുദ്ധി ഉണർന്നു പ്രവർത്തിച്ചു. ഒടുക്കം മഹത്തരമായ വിശ്വജിത്ത് എന്ന യാഗം ചെയ്യാൻ തന്നെ അയാൾ ഉറച്ചു. യാഗത്തിന് ഫലം കിട്ടണമെങ്കിൽ, അത് പൂർണ്ണമാകണമെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വിശ്വജിത്ത് എന്ന യാഗമാകട്ടെ, യാഗം ചെയ്യുന്നയാൾ അയാളുടെ സർവ്വസമ്പത്തും ദാനം ചെയ്യണമെന്നാണ്. അങ്ങനെയെങ്കിൽ ഇങ്ങനെയൊരു യാഗം തന്നെ അയാൾ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നാവും. അവിടെയാണ് വാജശ്രവസിന്റെ കുബുദ്ധി ഉണർന്നു പ്രവർത്തിച്ചത്. അയാളുടെ അളവറ്റ സമ്പാദ്യം മുഴുവൻ ബന്ധുഗ്രഹങ്ങളിലേക്ക് മാറ്റി. എന്നിട്ട് എവിടെ നിന്നൊക്കെയോ കുറഞ്ഞ വിലയിലും മറ്റും പ്രായാധിക്യമുള്ള അവശരായ കുറെ പശുക്കളെ സമ്പാദിച്ചു. ബാലനെങ്കിലും മകനായ നചികേതസിന് അച്ഛന്റെ പദ്ധതി മനസ്സിലായി. ഈ ദാനത്തിലൂടെ അച്ഛൻ കൂടുതൽ പാപത്തെയാണ് വിളിച്ചു വരുത്തുന്നത്. ഉപയോഗശൂന്യമായവയെ ദാനം ചെയ്യുന്നത് പാപകർമ്മത്തിലാണ് വരുന്നത്. ഇതിനാൽ അച്ഛന് ഭാവിയിൽ പരലോകത്ത് തീർച്ചയായും ദുരനുഭവം ഉണ്ടാകും. അതിൽ നിന്ന് അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നചികേതസ് വിചാരിച്ചു. അവൻ പിതാവിനെ സമീപിച്ച് തന്നെ ആർക്കാണ് ദാനം ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഇതെന്ത് കഥ? കേവലം ബാലനായ മകന്റെ അറിവില്ലായ്മ എന്ന് കരുതി വാജശ്രവസ് അത് ശ്രദ്ധിച്ചില്ല.